റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും അധികാരികൾ പറഞ്ഞു ഇത് തരാൻ അഡ്മിഷന് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതെന്താ കാരണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ എന്നോട് ഓരോ ദിവസവും തർക്കം പറയുമായിരുന്നു. അതായത് കാഴ്ചയില്ലാത്ത കുട്ടിക്ക് പഠിക്കാനാകില്ല, അതിനുള്ള ഓർഡറില്ല, 40% വൈകല്യമുള്ളവർക്ക് മാത്രമേ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഓരോ ദിവസവും തടസ്സം പറയുമായിരുന്നു. ഓരോ ദിവസം വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോഴും മാതാവ് എന്നെ സമാധാനപ്പെടുത്തുന്നതായിരുന്നു. ആ വാക്കുകളെല്ലാം ഞാൻ ഓർക്കുകയാണ്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും എന്നോട് എനിക്കൊരു സന്ദേശം പോലെ മനസ്സിൽ പറയുമായിരുന്നു, നീ ഭയപ്പെടണ്ട, നിനക്കൊപ്പം ദൈവമുണ്ട് കൂടെ. അത് എപ്പോഴും പറയുന്ന ഒരു വാക്കായിരുന്നു. എനിക്കിപ്പോഴും ഞാനത് ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു ദിവസം മോൻ്റെ ഫോണിൽ മെസ്സേജ് വരികയാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പോൾ ഇത്രയും ദൂരം പോയി പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ശരി, ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. ഒരു വർഷത്തെ ഫീസ് 42,000 രൂപ അതടച്ചു, PTA ഫണ്ട് അതടച്ചു, യൂണിഫോം പൈസ അടച്ചു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടുത്ത മെസ്സേജ് വരുന്നു, നിങ്ങളുടെ അഡ്മിഷനെ ഞങ്ങൾ നിരസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതിന് കാരണം എന്താ ചോദിച്ചപ്പോഴത്തേക്ക് കാരണം ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുക. അത്രമാത്രം പറഞ്ഞ് പ്രിൻസിപ്പൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. ഞാൻ വീണ്ടും എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് പറയുന്നത്, ടെക്നിക്കൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഈ കുട്ടിക്ക് പഠിക്കാൻ അനുവാദം കൊടുക്കണ്ട എന്ന്. കാരണം സ്ക്രീൻ കാണാൻ പറ്റില്ല എന്നതാണ് അവർ പറയുന്ന കാരണം. അപ്പോൾ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളനുസരിച്ച് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്ക്രീൻ നോക്കാൻ പറ്റും, കമ്പ്യൂട്ടറിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യാൻ കഴിയും എന്ന് പലവട്ടം ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടും അവരത് കൂട്ടായില്ല. അവസാനം ഞാനൊരു തീരുമാനമെടുത്തു, കോടതിയിൽ തന്നെ പോകാനായിട്ട്. കോടതിയിൽ ചെന്നപ്പോഴത്തേക്കും എന്നോട് ഞാൻ കേസ് ഫയൽ ചെയ്യാൻ നേരത്തെ അഡ്വക്കേറ്റും അപ്പോഴെന്നോട് പറയുമായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു, എൻ്റെ ജോലി ഇത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഞാൻ സബ്മിറ്റ് ചെയ്യാം, പക്ഷേ എനിക്കിത് വലിയ പ്രതീക്ഷയില്ല. കാരണം കോടതി ടെക്നിക്കൽ കമ്മിറ്റിയുടെ തീരുമാനത്തിനെ ശരിവയ്ക്കാനാണ് സാധ്യത കൂടുതൽ, വിജയസാധ്യത വളരെ കുറവാണ് എന്ന് പറയുന്നു. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, മാതാവേ, എനിക്ക് മാതാവല്ലാതെ വേറെ ആരുമില്ല എന്നെ സഹായിക്കാനായിട്ട്. എനിക്കിനി ഒരു സ്ഥലവും ഇല്ല പോയി സഹായം ചോദിക്കാൻ, മാതാവ് മാത്രമേ ഉള്ളൂ. ഞാൻ മാതാവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്നെ സഹായിക്കണം.